മുഖക്കുരു വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നവർക്ക് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഹോം റെമഡീസ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാം? ഹോം റെമഡീസ് എന്തൊക്കെയാണ് ഉപയോഗിക്കാറുണ്ട്? നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് സാധാരണ നമ്മൾ കാണും, നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ? എന്തൊക്കെയാ കണ്ടുണ്ട്? തക്കാളി, ഷുഗർ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക, പിന്നെ അരിപ്പൊടി, തൈര്, അതൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുക. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വെൽക്കെയറിൽ ഇഷ്ടം പോലെ പേഷ്യൻസ് വരാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. അതായത് മുളക് പൊടി ഒഴിച്ച് മിക്കവാറും എല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും, നീം ആര്യവേപ്പിൻ്റെ ഇല, തക്കാളിയും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മസാജ് ചെയ്യുക, ഉള്ളിനീര്, തൈര്, കടലപ്പൊടി, അരിപ്പൊടി, സകല സാധനങ്ങൾ, ഉലുവ, സകല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ കാണാത്ത മുളക് പൊടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ഇടുന്നതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതിട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്കുള്ള ഗുണത്തിലേറെ ആക്ച്വലി ദോശ വരുന്നത്. ഇതിട്ടിട്ട് ആരെങ്കിലും മാറിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ അരിപ്പൊടി ആണെങ്കിലും ഈ പഞ്ചസാരേൻ്റെ എഫക്റ്റ് ആണെങ്കിലും അതൊരു സ്ക്രബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒരു മരം ഇങ്ങനെ ഒരുതി കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആവുന്നില്ലേ? അതേ എഫക്റ്റാണ് ഇവിടെയും വരുന്നത്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരുതുക ചെയ്യുന്നത്. അപ്പോൾ മേലെയുള്ള തൊലിയൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ തൊടുമ്പോൾ നമുക്കൊരു സ്മൂത്ത്നെസ് തോന്നും. അല്ല, അത് ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ എന്നൊരു സാധനമുണ്ട്. സ്കിൻ ബാരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാതെ, അലർജി ഉണ്ടാവാതെയൊക്കെ നോക്കുന്നത്, അതിനെ ഡാമേജ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും ഓൾമോസ്റ്റ് ഒരുമാതിരി ആൾക്കാരൊക്കെ അലർജി ആയിട്ട് പിന്നെ വരാറുണ്ട് ഒ.പിയിൽ. അവർക്ക് തൊലി റെഡ് കളറാവുക, ചെറിയ കുരുക്കൾ വരിക, അവർക്ക് നീറ്റൽ വരിക, തൊലി ഇങ്ങനെ വലിയ, തൊലി പോരുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാവും. ഓക്കെ. പിന്നെ ഇപ്പോൾ മഞ്ഞളിൻ്റെ കാര്യം, മഞ്ഞൾ ശരിക്കും പണ്ട് കാലത്തേ നമ്മൾ ഈ മുഖക്കുരുവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? അപ്പോൾ ഈ മഞ്ഞളിൽ ആക്ച്വലി കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. മുഖക്കുരു കുറയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ ആക്ച്വലി അതിലുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ അതിലുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഒരു ബിരിയാണി, ഒരു മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് കൂടിയിട്ടാണ് ആ ഒരു സാധനം ഉണ്ടാകുന്നത്. അതേപോലെ മഞ്ഞൾ എന്ന് പറഞ്ഞ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ കെമിക്കൽസ് ഉണ്ട്. ഇതിൽ ചില കെമിക്കൽസിന് മാത്രമേ നമ്മുടെ മുഖക്കുരു മാറ്റാനുള്ള കഴിവുള്ളൂ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഈ മഞ്ഞൾ മൊത്തത്തിൽ അരച്ച് തേക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കെമിക്കൽസും എത്തുന്നുണ്ട്, നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും എന്താക്കുന്നുണ്ട്? നമ്മുടെ തൊലിയിലെത്തുന്നുണ്ട്. അപ്പോൾ ഈ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് എന്ത് ചെയ്യും? നമ്മുടെ സ്കിന്നിൽ അലർജി ഉണ്ടാക്കും. അലർജി എന്ന് പറഞ്ഞാൽ ഈ ചൊറിച്ചിൽ, പുകച്ചിൽ, ഇറിറ്റേഷൻ, ഫുൾ പ്രശ്നങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ടാൻ അടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആക്ച്വലി ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗത്തിലേറെ ശരിക്കും ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ മഞ്ഞളൊക്കെ ശരിക്കും ഇപ്പോൾ ഈ മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആക്ച്വലി. അതിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ടാവില്ല, ഈ കെമിക്കൽ ഉണ്ടാവില്ലേ മുഖക്കുരു കളയുന്നത്, ആ കെമിക്കൽ മാത്രം വേർതിരിച്ചെടുത്ത് അതിനൊരു ക്രീമോ ലോഷനോ അല്ലെങ്കിൽ ജെല്ലൊക്കെ ആക്കിയിട്ട് ഇറക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു റോ ആയിട്ടൊരു സാധനം, അത് മിക്കവാറും ആൾക്കാർ മൊത്തം പോട്ടേന്ന് വെച്ചിട്ട് നല്ലോണം അരച്ച് തേക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അലർജിയെ വരത്തുള്ളൂ, അല്ലാണ്ട് അത് കറക്റ്റ് ചെയ്യാൻ യൂസ് ആവില്ല. അപ്പം അത് ശരിക്കും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു പ്രവണതയാണ് എക്സസ് ആയിട്ട് ഹോം റെമഡീസ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം. ഭയങ്കര കോമൺ. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മുടെ ഒ.പിയിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങളായിട്ട് കുട്ടികൾ എന്നും വരുന്നുണ്ട്.